الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. ബഹുമാന്യരായ വിശ്വാസികളെ നമ്മെ പടച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, മരണവും ജനനവും നമുക്ക് നിശ്ചയിച്ച, സ്വർഗ നരകങ്ങൾ സംവിധാനിച്ച റബ്ബിനെ സൂക്ഷിക്കണേ എന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഉണർത്തുകയാണ്. ലൈഫ് ജേണിയെക്കുറിച്ചും ലൈഫിലെ ജേണിയെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. യാത്രയിൽ നമ്മൾ പാലിക്കേണ്ട ഒരുപാട് മര്യാദകൾ നമ്മൾ മനസ്സിലാക്കി. വിശുദ്ധ ഖുർആനും പ്രവാചക ഹദീസുകളും ഒട്ടുവളരെ കാര്യങ്ങൾ യാത്രയുമായി ബന്ധപ്പെട്ട്, അതിലെ മര്യാദകളുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളുമായി സൂചിപ്പിച്ചിട്ടൊക്കെ ഏറെയാണ്. കഴിഞ്ഞ ഖുതുബയിൽ മതിയായ ആസൂത്രണം ഒരു യാത്രക്ക് ആവശ്യമാണെന്നും, യാത്ര ഏത് യാത്രയായിരുന്നാലും ഉടനീളം നമുക്കുണ്ടായിരിക്കേണ്ടത് തഖ്വയാണെന്നുമൊക്കെയാണ് നമ്മൾ ഉണർത്തിയത്. കഴിയുന്നതും സംഘമായി യാത്ര ചെയ്യണമെന്നും, അങ്ങനെ സംഘമായി യാത്ര ചെയ്യുമ്പോൾ ഒരാളെ നേതാവായി നിശ്ചയിക്കണമെന്നും എന്നുമൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി ഒരു യാത്ര വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നിടത്ത്, അതല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്കാവണം, ഒരു ടൂറാണെങ്കിൽ അത് ഇന്ന സ്ഥലത്തേക്കാവണോ എന്ന് അഭിപ്രായ ഭേദമുണ്ടായാൽ, അല്ലെങ്കിൽ തീരുമാനത്തിന് നമുക്ക് സാധിച്ചില്ലെങ്കിൽ, നമുക്കറിയാം ഇസ്തിഖാറത്ത് നിർവഹിക്കണം. 2 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിന് ശേഷം, പടച്ചവനെ, ഈ യാത്ര ഹൈറാണോ ഷർറാണോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്കാണോ നല്ലത് എന്ന് എനിക്കറിയില്ല. നിനക്കറിയാം. അതിൽ ഹൈറായത് എന്നിലേക്ക് അടുപ്പിക്കുകയും അതിൻ്റെ വഴി എനിക്ക് എളുപ്പമാക്കുകയും ചെയ്തു തരണമേ. അതിൽ ഷർറായത് ഏതാണെന്ന് എനിക്കറിയില്ല, നിനക്കറിയാം. ആ ഷർറ് എന്നിൽ നിന്ന് അകറ്റണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഇസ്തിഖാറത്ത്. അവിടെ അങ്ങോട്ട് വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്നത് മുതൽ പ്രാർത്ഥനാ നിർഭരമാണ് യാത്രകൾ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ ഇറങ്ങുന്നു. തവക്കൽ അലല്ലാഹ്, അല്ലാഹുവിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു, അവനാണ് ശക്തിയും ശേഷിയും ഒക്കെ ഉള്ളത് എന്ന പ്രാർത്ഥനയാണ് നമ്മൾ നടത്തുന്നത്. അതിനുശേഷം വാഹനം ഓടിക്കുന്നയാളും വാഹനത്തിൽ കയറുന്നയാളും ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് കയറേണ്ടത്. നൂഹ് നബി അലൈഹിസ്സലാമിനോട് സൂറത്തുൽ ഹൂദിൽ കപ്പലിൽ കയറാൻ പറയുന്നിടത്ത് വഖാല ഇർകബൂ ഫീഹാ ബിസ്മില്ലാഹി മജ്റേഹാ വമുർസാഹ എന്ന് പറയുന്നതായി നമ്മൾ കാണാം. ഖുർആനിൽ സാധാരണ പ്രയോഗം ഇല്ല.
എന്നാൽ ഇവിടെ മജ്റേഹ എന്നാണ് ഓതാണ്ടത് എന്ന് അതിന്റെ നിയമ വിശാദരന്മാർ പറയുന്നു. കൂട്ടത്തിൽ അതും ഓർമ്മിക്കുക. അവിടെ നൂഹ് നബിയോടും സംഘത്തോടും പറയുന്നത്, നിങ്ങൾ അതിൽ കയറിക്കൊള്ളുക, ഓട്ടവും നൃത്തവും ഒക്കെ അള്ളാഹുവിന്റെ പേരിലാകുന്നു എന്നാണ്. അതുപോലെ നമുക്ക് വിനയം വേണം. ഈ യാത്ര, വാഹനം അത് ഓടിക്കുന്നത്, അത് നമുക്ക് നിയന്ത്രണ വിധേയമാക്കി തന്നതൊക്കെ അള്ളാഹുവിന്റെ കഴിവുകൊണ്ടാണ്. അള്ളാഹുവിന്റെ അടിമകൾ വിനയമുള്ളവരാണ് എന്ന് അള്ളാഹുവിന്റെ അടിമകളുടെ, നല്ലവരായ അടിമകളുടെ സ്വഭാവം വിശദീകരിക്കുന്നിടത്ത് ഖുർആൻ പറയുന്നുണ്ട്, വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന. അവര് ഭൂമിയിൽ വിനയത്തോടു കൂടി നടക്കുന്നവരാണ്. അതാണ് കാരുണികന്റെ ദാസന്മാരുടെ അടയാളം. സൂറത്തുൽ ലുഖ്മാനിൽ അതുപോലെ വലാ തുസഹിർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മർഹ, നീ ഭൂമിയിൽ അഹങ്കാരത്തോടു കൂടി നടക്കരുത് എന്ന് ഉണർത്തുന്നുണ്ട്. അതുപോലെ വാഹനത്തിൽ ഇരിപ്പ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ അനുഗ്രഹത്തെ ഓർമ്മിച്ചുകൊണ്ട് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ എന്ന പ്രാർത്ഥന പ്രവർത്തിക്കേണ്ടത്. മറ്റൊരു പ്രാർത്ഥന ഇങ്ങനെയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളില്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിമ ഔ ഉളലമ ഔ അജ്ഹല ഔ യജ്ഹല അലയ്യ. ഇത് മറ്റൊരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ ഉരുടാൻ വേണ്ടി നമ്മളോട് പറഞ്ഞതാണ്. അള്ളാഹുവേ, ഈ യാത്രയിൽ ഞാൻ വഴി പിഴച്ചു പോകുന്നതിൽ നിന്ന്, എന്നെ മറ്റാരെങ്കിലും വഴി പിഴപ്പിക്കുന്നതിൽ നിന്ന്, അതുപോലെ ഞാൻ അബദ്ധത്തിൽ ചാടുന്നതിൽ നിന്ന്, എന്നെ ആരെങ്കിലും അബദ്ധത്തിൽ ചാടിക്കുന്നതിൽ നിന്ന്, ഞാൻ ആർക്കെങ്കിലും ഉപദ്രവമാവുന്നതിൽ നിന്ന്, ആരെങ്കിലും വഴിയായി എന്നെ ഉപദ്രവിക്കുന്നതിൽ നിന്ന്, ഞാൻ അവിവേകം പ്രവർത്തിക്കുന്നതിൽ നിന്ന്, ആരെങ്കിലും എൻ്റെ മേൽ അവിവേകം പ്രവർത്തിക്കുന്നതിൽ നിന്ന്, ഇതിലൊക്കെ അള്ളാഹുവേ ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്ന് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. യാത്ര ചോദിക്കുന്ന ആള് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. യാത്ര ചോദിക്കുന്ന ഒരാള് അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ തുളി വലാ വദാഇഹു, എന്നെ ഏൽപ്പിച്ച വസ്തുക്കൾ നഷ്ടപ്പെടുത്താതെ അള്ളാഹുവിൽ നിങ്ങളെ ഞാൻ ഭരമേൽപ്പിക്കുന്നു എന്ന് നമ്മൾ ആരോടാണോ യാത്ര പറയുന്നത് അവരോട് നമ്മൾ പറയണം. അതുപോലെ യാത്ര അങ്ങനെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ ദീനക വമാനത വഹാതി മാ മലിക് എന്ന് നമ്മൾ അങ്ങോട്ട് ജവാബായി പ്രാർത്ഥനയായി അദ്ദേഹത്തോടും പറയണം. നിന്റെ മതകാര്യങ്ങൾ, ദീന്, അതുപോലെ വിശ്വസ്തത, കരാറ്, നിന്റെ പ്രവർത്തനങ്ങളുടെ, ഈ യാത്രയിൽ നീ ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ടല്ലോ, ആ പ്രവർത്തനങ്ങളുടെ നല്ല പര്യവസാനം, ഇതൊക്കെ നിനക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനെ വരവേൽപ്പിക്കുന്നു എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. അതുപോലെ ഒരാൾ യാത്ര പറഞ്ഞുകൊണ്ട് യാത്രാ സന്നാഹമായി എന്തെങ്കിലും നൽകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നേരം പ്രാർത്ഥിച്ചത്, വസവ്വദകല്ലാഹു തഖ്വ വഅഫറ ബിൻ ദംബിക, നിന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ, നിനക്ക് ഈ യാത്രയിൽ ഭക്തി വിഭവമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെയും എന്തെങ്കിലും ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോൾ, വയസ്സറ ലക്കൽ ഖൈറ ഹൈസുമാ കുൻത്, നിനക്ക് ഈ യാത്ര എവിടെയായിരുന്നാലും നിനക്കത് നന്മയും എളുപ്പവുമാക്കി തരട്ടെ എന്ന് അള്ളാഹുവിന്റെ റസൂൽ കൂടുതലായി പ്രാർത്ഥിച്ചു. അങ്ങനെ വാഹനം കയറുമ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ പ്രാർത്ഥനാ നിർഭരമാണ് വിശ്വാസിയുടെ മനസ്സ്. നമുക്കറിയാം, ഒരു ഉയരത്തിലെത്തിയാൽ അല്ലാഹു അക്ബർ എന്ന് പറയാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. ഒരു താഴെ എത്തിയാൽ സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ വാഹനത്തിൽ പോകുമ്പോഴൊക്കെ ഇത് എത്രമാത്രം ഗൗനിക്കുന്നു എന്ന് ഞാൻ നിങ്ങളും ആലോചിക്കേണ്ടതാണ്. ഇനി വാഹനത്തിൽ പോകുന്നില്ല, സാധാരണ നമ്മൾ വാഹനമായി ഗണിക്കാത്ത ഒരു സംഗതിയാണല്ലോ ലിഫ്റ്റ്. നമ്മൾ ദിവസം ഉപയോഗിക്കുന്നതാണ്. ലിഫ്റ്റിൽ കയറുമ്പോൾ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ എന്ന് പ്രാർത്ഥിക്കണം. ആ ലിഫ്റ്റ് ഉയരത്തിലെത്തിയാൽ അല്ലാഹു അക്ബർ എന്ന് പ്രാർത്ഥിക്കണം. ലിഫ്റ്റിൽ താഴോട്ട് ഇറങ്ങിയാൽ താഴെ എത്തിയാൽ സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ പറയണം. ഇങ്ങനെ പ്രകീർത്തനങ്ങൾ കൊണ്ട് വിശ്വാസിയുടെ മനസ്സെപ്പോഴും നിർഭരമാവണം. ഇനി ഒരു നാട്ടിൽ ഇറങ്ങിയാൽ അഊദു ബി കലിമാത്തി താമാത്തി മിൻ ശർരി മാ ഖലഖ്, നീ സൃഷ്ടിച്ച എല്ലാ വിപത്തിനെ തൊട്ടും ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കണം. ഒരു നാട്ടിലെത്തിയാൽ അങ്ങാടിയിൽ പ്രവേശിക്കുമ്പോൾ
അങ്ങനെ എല്ലാ സമയത്തും പ്രാർത്ഥനയുണ്ട്. വഴിയുടെ ബാധ്യത നമ്മൾ നിറവേറ്റും. ഒരു വഴിയുടെ അടുത്ത് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ കണ്ണിനെ താഴ്ത്തണമെന്നും സലാം ചൊല്ലിയാൽ മടക്കണമെന്നും ഒക്കെ വഴിയോടുള്ള ബാധ്യത എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. യാത്ര കഴിഞ്ഞ് മടങ്ങുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ആയിബൂന താഇബൂന ആബിദൂന സാജിദൂന ലിറബ്ബിനാ ഹാമിദൂൻ സബഖല്ലാഹു വഅദഹു വനസറ അബ്ദഹു വസമൽ ഹസാബ വഹ്ദഹു എന്ന് പ്രാർത്ഥിക്കാനും അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ചു. അള്ളാഹു അല്ലാതെ ദൈവമില്ല, അവൻ ഏകനാണ്, അവന് പങ്കുകാരില്ല, അവനാണ് ആധിപത്യം, അവനാണ് സ്തുതികളഖിലവും, അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ മടങ്ങുകയാണ്. അതേ, പശ്ചാത്താപിക്കുന്നവരും അള്ളാഹുവിനെ ആരാധിക്കുന്നവരും അവന് സാഷ്ടാംഗം ചെയ്യുന്നവരും അവനെ സ്തുതിക്കുന്നവരുമായി ഞങ്ങൾ മടങ്ങുകയാണ് എന്ന് പ്രാർത്ഥിക്കാൻ അവൻ അള്ളാഹുവിനെ പറ്റി അള്ളാഹുവിന്റെ റസൂൽ ആ പ്രാർത്ഥനയിൽ പറയുന്നു, അള്ളാഹു അവന്റെ വാഗ്ദത്തം നിറവേറ്റി അവന്റെ ദാസനെ സഹായിച്ചു, അവൻ ഒറ്റയ്ക്ക് ശത്രുസന്നാഹങ്ങളെ തോൽപ്പിച്ചു എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം കഴിഞ്ഞ് വരുന്ന അവസരത്തിലൊക്കെ പ്രാർത്ഥിച്ചിരുന്നതായി നമുക്ക് വായിക്കാൻ സാധിക്കും. ഈ യാത്രക്കാരന്റെ പ്രാർത്ഥന ഉത്തരം കിട്ടാൻ ഏറെ സാധ്യതയുള്ളതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 സന്ദർഭങ്ങളിലുള്ള പ്രാർത്ഥന അതിന്റെ ഉത്തരം കിട്ടാതിരിക്കുകയില്ല. മർദ്ദിതന്റെ പ്രാർത്ഥന, യാത്രക്കാരന്റെ പ്രാർത്ഥന, മക്കൾക്കെതിരെയുള്ള മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ് അള്ളാഹുവിന്റെ റസൂൽ എന്നെ പറഞ്ഞത്. ഇത് 3ഉം അങ്ങേയറ്റത്തെ നിസ്സഹായതയിൽ നിന്ന് വരുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹൃദയത്തെ അഗാധമായി സ്പർശിക്കുന്നതാണ്. അതുപോലെ ഫർള് നമസ്കാരത്തിന്റെ ശേഷമുള്ള പ്രാർത്ഥനയെ കുറിച്ചും ഉത്തരം ലഭിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ. നമ്മള് അള്ളാഹുവിനോടുള്ള മുഖാമുഖമായ നമസ്കാരം നിർവഹിച്ച് ആ ഓർബിറ്റ് കട്ടാകുന്നതിന് മുമ്പ് നമ്മൾ നമ്മൾ അള്ളാഹുവിനോട് അടുത്ത് നിൽക്കുന്ന ആ സന്ദർഭത്തിൽ നമ്മുടെ ശരീരത്തിൽ അതിനനുസരിച്ചുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, നമ്മളുടെ ന്യൂറോണുകൾ പ്രവർത്തന സജ്ജമാകുന്നത്. ആ ഒരു ഓർബിറ്റ് കട്ടാവുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്ന് പറയുന്നു. ഇങ്ങനെ മാനസികമായ ഒരുക്കത്തിലുള്ള പ്രാർത്ഥനയാണ് ഈ പറഞ്ഞ 3ഉം. മർദ്ദിതൻ, അവൻ നിസ്സഹായത, അവന് വേറെ അങ്ങോട്ട് എതിർക്കാൻ കെൽപ്പില്ല, അള്ളാഹുവിനെ മാത്രം അവലംബമാക്കി അവൻ തേടുന്നതായിരിക്കും ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. എതിരിടാനോ ഒരു രാജ്യത്തിന്റെ 100 കൂട്ടം അടിച്ചേൽപ്പിക്കുന്ന തളർത്തുന്ന പ്രശ്നങ്ങൾ നമുക്ക് അങ്ങോട്ട് നേരിടാൻ പലപ്പോഴും പറ്റില്ല. പക്ഷേ ഈ മർദ്ദിതന്റെ പ്രാർത്ഥന അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ചാൽ അള്ളാഹു സർവശക്തനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ ഒരു യാത്രക്കാരൻ അന്യദേശത്ത് ഒറ്റപ്പെട്ട് സന്നിഗ്ധ ഘട്ടത്തിലുള്ളതാണ് യാത്രക്കാരന്റെ പ്രാർത്ഥനയും. എത്ര സൗകര്യത്തിലാണ് നമ്മുടെ യാത്രയെങ്കിലും ക്ഷമിക്കേണ്ട കുറെ സന്ദർഭങ്ങൾ യാത്രയിൽ ഉണ്ടാവുമെന്ന് നമ്മൾ മുമ്പേ സൂചിപ്പിച്ചു. അസൗകര്യങ്ങളും സൗകര്യങ്ങളുടെ പരിമിതത്വവും ഒക്കെ യാത്രയിൽ അനുഭവപ്പെടാം. അതുപോലെ അറിയുന്ന നാട്ടുകാരില്ല, ആരെയും കേൾപ്പിക്കാനല്ല. അങ്ങനെ അള്ളാഹുമായി അടുത്ത് നിൽക്കുന്ന അവസരത്തിൽ യാത്രക്കാരന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. അപ്പോൾ നമ്മൾ ഉള്ളിൽ നിറയുന്ന ഒരു ആത്മാർത്ഥതയോടായിരിക്കും നമ്മുടെ പ്രാർത്ഥന. മരണം വരെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള അനുഭവങ്ങൾ നമുക്ക് യാത്രക്കിടയിൽ ഉണ്ടായേക്കും. അപ്പോഴേക്കുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നതാണ്. ഈ സഫർ എന്നാണല്ലോ പ്രയാസത്തിന് പറയാ. അറബിയിൽ യാത്രക്കും സഫർ എന്നാണ് പറയുക. സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് ഇത്തരം യാത്രയിലെ മര്യാദകളും പ്രാർത്ഥനകളും ഓർമ്മിച്ചുകൊണ്ട് കഴിവതും അത് ഹൃദയസ്ഥമാക്കാൻ താല്പര്യപ്പെടണമെന്നും ശ്രമിക്കണമെന്നും ഉണർത്തിക്കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الناس أوصيكم ثانيا بتقوى الله. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിക്കണേ എന്ന് ഉണർത്തുകയാണ്. യാത്രക്കാരൻ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നും യാത്രയിൽ നമുക്ക് നിയന്ത്രിക്കാനാവാത്ത കുറെ കാര്യങ്ങളുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇളവുകൾ അള്ളാഹുവിൻ്റെ റസൂലും അള്ളാഹുവും യാത്രക്കാരന് നൽകിയിട്ടുണ്ട്.
നോമ്പിനെ കുറിച്ചുള്ള കൽപ്പന ഖുർആൻ പറഞ്ഞപ്പോൾ സൂറത്തുൽ ബഖറയിലെ 183 യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആയത്തിന്റെ തുടർച്ചയായി 184-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു അയ്യാമം മഅദൂദാത്ത്, അത് നിർണിതമായ ചില ദിവസങ്ങളാണ്. വമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ, നിങ്ങൾ ആരെങ്കിലും രോഗിയാവുകയോ യാത്രക്കാരാവുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വേറൊരു ദിവസം നോക്കി വിട്ടിയാൽ മതി. അവ നോമ്പുകാരന് യാത്രയിൽ ഇളവുണ്ട്. മുന്നിലുള്ള ആളുകളൊന്ന് അടുത്തിരുന്നാൽ ബാക്കിലുള്ള ആളുകൾക്ക് കൂടി സൗകര്യം. ബഷീർക്കാവുന്ന അതുപോലെ ഖുർആൻ ഇറങ്ങിയ മാസമാണ് ഷഹ്റുർ റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറഞ്ഞ തുടർച്ചയായ 185-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു ഫമൻ ഷഹിദ മിൻകും അശ്ശഹറ ഫൽയസും, നിങ്ങൾ ആ ഷഹറിൽ ആ മാസത്തിൽ സന്നിധരാൽ നിങ്ങൾ നോമ്പ് നോക്കുക. അവിടെയും പറയുന്നത് നിങ്ങൾ രോഗിയാവുകയോ യാത്രയിലാവുകയോ ചെയ്യണം, നിങ്ങൾ വേറൊരു ദിവസം നോമ്പ് നോക്കി കിട്ടിയാൽ പറ്റും. ഇവിടെയൊക്കെ അള്ളാഹു പറയുന്നത് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വമാ യുരീദു ബിക്കുമുൽ ഉസ്ര, അള്ളാഹു നിങ്ങൾക്ക് ഒരു പ്രയാസം ഉദ്ദേശിച്ചിട്ടില്ല, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് എന്ന്, നിങ്ങൾക്ക് ആശ്വാസം വരുത്താനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അള്ളാഹു ആവർത്തിച്ച് പറയുന്നുണ്ട്. കടമിടപാടുകളെ കുറിച്ച് ഖുർആൻ പറയുന്നിടത്ത് സൂറത്തുൽ ബഖറയിൽ തന്നെ ഇതിന്റെ തൊട്ടു മുമ്പുള്ള 282, 283 ആയത്തുകളിൽ അള്ളാഹു പറയുന്നു, എഴുതി വെക്കണം എന്നൊക്കെ പറയുന്നതിന്റെ തുടർച്ചയായി വൈൻ കുൻതും അലാ സഫരിൻ, നിങ്ങൾ യാത്രയിലാണെങ്കിൽ നിങ്ങൾക്ക് എഴുത്തുകാരനെ കിട്ടില്ല, അല്ലെങ്കിൽ അതിന് അസൗകര്യം ഉണ്ടായെങ്കിൽ നിങ്ങൾ പണയ വസ്തുക്കൾ കൊടുത്താൽ മതി. ആ യാത്രക്കാരന് അവിടെയും ഇളവ് അള്ളാഹു അനുവദിക്കുന്നു. അതുപോലെ കുളിക്കുന്നതിലും വുളൂഇലും യാത്രക്കാരന് വിട്ടുവീഴ്ചയുണ്ട്. യാത്രക്കിടയിൽ മലമൂത്ര വിസർജനം ചെയ്യുക, ലൈംഗിക ബന്ധമുണ്ടാവുക, വലിയ അശുദ്ധി ഉണ്ടാവുക ഒക്കെ ആവുമ്പോൾ വെള്ളം ലഭിച്ചില്ലെങ്കിൽ സൂറത്ത് നിസാഇൽ 4-ാമത്തെ സൂറത്തിൽ 43-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു ഫതയമ്മമൂ സഈദൻ തയ്യിബ, ശുദ്ധമായ ഭൂമുഖത്തെ തേടിക്കൊള്ളുക, എന്നിട്ട് തയമ്മം ചെയ്യുക എന്ന്. അതുപോലെ നമസ്കാരത്തിന് ഒരുങ്ങിയാൽ വുളൂ ചെയ്യുക എന്ന് നിർദ്ദേശിക്കുന്ന സൂറത്തുൽ മാഇദ 5-ാമത്തെ സൂറത്തിൽ 6-ാമത്തെ വചനത്തിൽ ഇതേ കാര്യം വൈൻ കുൻതും മർള ഔ അലാ സഫരിൻ, നിങ്ങൾ രോഗിയാവുകയോ സഫറിലാവുകയോ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ യാത്രയിലാവുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തയമ്മം ചെയ്താൽ മതി. ഇങ്ങനെ ഒരുപാട് ഇളവുകൾ യാത്രയ്ക്ക് അള്ളാഹും റസൂലും നമുക്ക് നൽകുന്നുണ്ട്. ഇവിടെയൊക്കെ അള്ളാഹു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാ യുരീദുല്ലാഹു യജ്അൽ അലൈക്കും, നിങ്ങൾക്ക് പ്രയാസം അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല, നമുക്ക് ആശ്വാസം ഉണ്ടാവാനാണ് ഈ അവസരത്തിലൊക്കെ അള്ളാഹു ഇതൊക്കെ നമുക്ക് നിർദ്ദേശിക്കുന്നത്. അതുപോലെ യാത്രക്കാരന് സക്കാത്തിന്റെ വിഹിതം, യാത്രക്കാരൻ സക്കാത്തിന്റെ അവകാശികൾ എണ്ണിപ്പറയുന്ന സൂറത്തുൽ ബഖറയിലെ 177-ാം വചനത്തിലും 9-ാമത്തെ സൂറത്ത് തൗബയിലെ 60-ാം വചനത്തിലും വബ്നുസ് സബീൽ എന്ന് കാണാം. യാത്രയുടെ മക്കൾ, യാത്രക്കാര്. അതുപോലെ സൂറത്ത് റൂമിലും 30-ാമത്തെ സൂറത്ത് റൂമിലും 38-ാം വചനത്തിലും സൂറത്ത് ഇസ്രാ 17-ാമത്തെ സൂറത്ത് 26-ാം വചനത്തിലും കുടുംബ ബന്ധമുള്ളവനും അഗതിക്കും യാത്രക്കാരനും നിങ്ങൾ അതിന്റെ അവകാശം, നിങ്ങളുടെ സ്വത്തിന്റെ അവകാശം നൽകണം. അപ്പൊ സക്കാത്തിന്റെ അവകാശം കൂടിയാണ് യാത്രക്കാരന്. ഒരു പക്ഷേ അവന് നാട്ടിൽ സമ്പന്നനായിരിക്കാം, പക്ഷെ ഇന്നത്തെ പോലെ ഗൂഗിൾ പേ സംവിധാനമൊന്നും ഇല്ലാത്തൊരു കാലത്ത് അന്യദേശത്തെത്തിപ്പെട്ട് അന്യമായി ജയിലിലടക്കപ്പെട്ടു. അങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ അവന്റെ പോക്കറ്റ് അടിക്കപ്പെട്ടു. ഇങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ ആ പ്രദേശത്തിന്റെ ആളുകളുടെ സക്കാത്തിന്റെ വിഹിതം ഈ യാത്രക്കാരന് അർഹമാണ്. വാതുൽ ഖുർബ ഹഖഹു വൽ മസാകിൻ വബ്നുസ് സബീൽ എന്നാണ് അള്ളാഹു ആ നേരത്തെ സൂചിപ്പിച്ച ആയത്തിൽ പറയുന്നത്. ചോദിച്ചു നിങ്ങളുടെ സ്വത്തിൽ അവകാശമുണ്ട്. അവൻ കുതിരപ്പുറത്തായിരുന്നാലും, അവൻ നല്ല BMW വണ്ടിയിലേക്കായിരിക്കും വരുന്നത്, പക്ഷേ അവന് ആ പ്രദേശത്ത് അതിനാവശ്യക്കാരനാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ സക്കാത്തിന്റെ വിഹിതം അവന് നൽകണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിക്കുന്നു. അതുപോലെ യുദ്ധാർജിത സമ്പത്ത്, യുദ്ധത്തില് ശത്രുക്കളുടെ പക്കൽ നിന്നും മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്ന സമ്പത്തിൽ സൂറത്തുൽ അൻഫാലിലും സൂറത്തുൽ ഹശറിലും ഒക്കെ കാണാം യാത്രക്കാരന് വിഹിതമുണ്ട്. വബ്നുസ് സബീൽ, അവിടെയും വബ്നുസ് സബീൽ എന്ന് എണ്ണിയതായി കാണാം. ഇതാ മരിദൽ അബ്ദു ഔ സാഫറ കുതിബ ലഹു മിസ്ല മാ കാന യഅമലു മുഖീമൻ സഹീഹ എന്ന നബി വചനത്തിൽ
യാത്രക്കാരൻ രോഗിക്കുമുള്ള മറ്റൊരു ഇളവാണ് സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ ദാസൻ രോഗിയാവുകയോ യാത്രക്കാരനാവുകയോ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ സ്ഥിരമായി നിർബന്ധ നമസ്കാരത്തിലൊക്കെ പള്ളിയിലെത്തുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള ഖുർആൻ പാരായണം പോലത്തെ ദിക്റുകളിലൊക്കെ മുഴുകുന്ന ആളാണെങ്കിൽ, നമ്മൾ എങ്ങനെയാണോ നമ്മുടെ നാട്ടിൽ അതിൽ മുഴുകുക, അതേ കൂലി തന്നെ നിങ്ങൾ യാത്രയിലായി അതിന് അസൗകര്യപ്പെട്ടാൽ നിങ്ങൾക്ക് ലഭിക്കും എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് യാത്ര സംബന്ധിച്ച് ഇപ്പോൾ പറയാൻ ഉദ്ദേശിച്ചത്. അള്ളാഹു നമ്മെ നല്ലവരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. 2026 ഹജ്ജിനുള്ള അപേക്ഷ ക്ഷണിച്ച സന്ദർഭമാണ്. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ മാസം 31-ാം തീയതി വരെ ആണ് അതിനുള്ള സമയമുള്ളത്. അതിന് 31/12/2026 മുതൽ അടുത്ത വർഷം അവസാനം വരെ വാലിഡിറ്റി ഉള്ള പാസ്പോർട്ട് ഉണ്ടാവണം. മറ്റ് അതിൻ്റെ നിർബന്ധ രേഖകൾ എന്തൊക്കെയാണെന്ന് വേണ്ടത് സർക്കാരിൻ്റെ കുറിപ്പിൽ പറയുന്നുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അതിനെ പറ്റുന്നവർ അതിന് ഒരുങ്ങണം എന്ന് മുൻകൂട്ടി ഉണർത്തുകയാണ്. ഹജ്ജിനെ കുറിച്ച് പറഞ്ഞ ഖുർആൻ വചനത്തിൽ നിങ്ങൾക്ക് അങ്ങോട്ട് എത്താൻ യാത്രാ സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഹജ്ജിനൊരുങ്ങുക എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വരുന്നതിനെ കുറിച്ച് ആ ആയത്തിൽ പരാമർശമില്ല. അങ്ങോട്ട് എത്താനുള്ള യാത്രാ സൗകര്യവും ആരോഗ്യവും നിങ്ങൾക്കുണ്ടെങ്കിൽ, വഴി തടസ്സങ്ങളും ഇല്ല എങ്കിൽ നിങ്ങൾ ഹജ്ജിനൊരുങ്ങുക. എന്നിട്ട് പിന്നെ അള്ളാഹു പറയുന്നത് എന്താ? വമൻ കഫറ, ആരെങ്കിലും നിഷേധിയായാൽ. ഹജ്ജ് ചെയ്തില്ലെങ്കിൽ എന്നല്ല പറയുന്നത്. നമുക്ക് അറിയാം, നമ്മുടെ ഒരു 5 സെന്റ് 2 സെന്റ് വിറ്റാൽ, അല്ലെങ്കിൽ കുറച്ച് സ്വർണ്ണാഭരണം വിറ്റാൽ ഇതൊക്കെ ഹജ്ജിന് പറ്റുമോ ഇല്ല എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മുടെ മനസ്സറിയുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് അതിന് സൗകര്യമുള്ളവർ അതിനൊരുങ്ങണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സിൽ സദാ സംതൃപ്തിയും സമാധാനവും അള്ളാഹു നിറക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. റബ്ബനാ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.